മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു ബാലൻ, മഹേഷ് രമ്യ ദമ്പതികളുടെ മകനായ അവ്യക്ത്. കഴിഞ്ഞ വർഷം അച്ഛൻ മഹേഷിനും അമ്മ രമ്യയ്ക്കും അനിയത്തി ആരാധ്യയ്ക്കും ഒപ്പമാണ് അവ്യക്ത് 4ാം ക്ലാസ്സിൽ പഠിക്കാൻ വെള്ളാർമല സ്കൂളിലേക്ക് പോയത്. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തം അച്ഛനെയും അനുജത്തിയെയും കൊണ്ടുപോയപ്പോൾ ഇത്തവണ അമ്മ രമ്യയുടെ കൈപിടിച്ചാണ് അവ്യക്ത് മുണ്ടൂർ സ്കൂളിലെ 5ാം ക്ലാസ്സിലേക്ക് കയറുന്നത്. വിവരങ്ങളുമായി ഇക്ബാൽ ഇറക്കലുണ്ട്. ഇക്ബാൽ, കുഞ്ഞിന്റെ മനസ്സിൽ തന്നെ വല്ലാത്ത വേദനയുണ്ടാവുമെങ്കിലും ഇന്നത്തെ ദിവസം വീണ്ടും പ്രതീക്ഷയുടെ സൂര്യനാണ് നമ്മുടെ അവ്യക്തിനുള്ളത്. അവ്യക്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു, ഒപ്പം അമ്മ രമ്യയ്ക്കും. ഇക്ബാൽ, കുഞ്ഞൊരുങ്ങിക്കഴിഞ്ഞോ സ്കൂളിലേക്ക് പോകാൻ? അരുൺ, ഞാനുള്ളത് മുണ്ടൂരിലാണ്. മുണ്ടൂർ കയറാങ്കോട്. ഇപ്പോൾ അവ്യക്ത് എനിക്കൊപ്പം ഉണ്ട്. അവ്യക്തിന് അമ്മ രമ്യയുണ്ട്. അവ്യക്ത് സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അല്ലേ? പുതിയ ബാഗെല്ലാം റെഡിയാക്കി. അരുൺ, അവ്യക്ത് ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത് വെള്ളാറമല സ്കൂളിലെ അധ്യാപകർ നൽകിയിട്ടുള്ള ബാഗുമായിട്ടാണ് അല്ലേ? അത് അവിടുന്ന് വരുമ്പോൾ അവർ തന്നതാണോ? അതായത് അരുൺ, അവ്യക്തിനെ ആർക്കും തന്നെ മറക്കാൻ കഴിയില്ല. അന്ന് ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഒരു മാധ്യമപ്രവർത്തകർക്കും അവ്യക്തിനെ മറക്കാൻ കഴിയില്ല. അങ്ങനെ അത്ഭുതകരമായിട്ടായിരുന്നു അവ്യക്ത് അന്ന് ആ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്നത്. ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രം, അവ്യക്തിൻ്റെ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ചിത്രമാണ് പിന്നീട് അവ്യക്തിനെ ബന്ധുക്കളുടെ കയ്യിലേക്ക് തന്നെ എത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. 5 ദിവസങ്ങൾക്ക് ശേഷമാണ്, ആ ഉരുൾപൊട്ടൽ കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് ശേഷമാണ് അവ്യക്ത് പിന്നീട് ബന്ധുക്കളുടെ അരികിലേക്ക് എത്തുന്നത്. അന്ന് അവ്യക്ത് വെള്ളാർമല സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ അവ്യക്ത് മുണ്ടൂർ സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ് അല്ലേ? ഈ പുതിയ കൂട്ടുകാരാണ്. മെസ്സിയാണോ ഇഷ്ടമെന്ന് ചോദിക്കൂ. ആ ഒരു ചിരി തന്നെയുണ്ട് അവ്യക്തിന്, ആ ഒരു സന്തോഷവും കാര്യങ്ങളെല്ലാം. മെസ്സിയാണോ ഇഷ്ടം? കുപ്പായം മെസ്സിയുടേതാണ്. അരുൺ, ചോദ്യം. അതെ, അർജന്റീനയുടെ മെസ്സിയുടെ കുപ്പായെല്ലാം ഇട്ടിട്ട് അവ്യക്തി ഇരിക്കുകയാണ്. അന്ന് അർജന്റീന വേൾഡ് കപ്പ് കളിച്ച് ആ കിരീടം നേടിയിട്ടുള്ള ആ ഒരു ജേഴ്സിയെല്ലാം ഇട്ടിട്ടാണ് ഇപ്പോൾ അവ്യക്തി ഇരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിന് തന്നെ അവ്യക്ത് ഈ വീട്ടിൽ നിന്ന്, അമ്മയുടെ രമ്യയുടെ വീടാണിത്, ഈ വീട്ടിൽ നിന്നും ഒരുങ്ങി മുണ്ടൂർ സ്കൂളിലേക്ക് പോകൂലേ? എന്താണ് ഒരുക്കങ്ങളൊക്കെ ആയി? സംബന്ധിച്ച് പുതിയൊരു ലോകമാണ്. വെള്ളാർമല സ്കൂളിൽ നിന്ന് ഒരു അധ്യാപകരൊക്കെ വന്ന് കണ്ടിരുന്നില്ലേ അവിടെ നിന്ന് വരുന്നത്? അവിടെ ഇരിക്കുന്ന സമയത്ത് അവരൊക്കെ വന്ന് കാണുമായിരുന്നു. എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? എപ്പോഴും ഏപ്രിലൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വന്നു. ഇവിടെയും വലിയ രീതിയിൽ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നല്ലേ? അവ്യക്ത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിൽ നിന്നും ഒരുങ്ങി ഇഷ്ടപ്പെട്ട വിഷയം ഏതാണെന്ന് ചോദിക്കൂ. അവ്യക്ത് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം? ഏതാണ് പഠിക്കാൻ? പരിസര പഠനം. അത് തന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പോ പുതിയ കൂട്ടുകാരന്മാരൊക്കെ കിട്ടുന്നതിന്റെ ഒരു സന്തോഷത്തിലാണോ? ഇനി പുതിയ ടീച്ചർമാരാണ്, പുതിയ കൂട്ടുകാരാണ്. കളിക്കാനൊക്കെ ഇഷ്ടമാണോ? എന്താ ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടം? ക്രിക്കറ്റാണ്. പക്ഷേ ഫുട്ബോളിന് ക്രിക്കറ്റാണ് അവ്യക്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏതായാലും ആ മോനെ എന്തായാലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവ്യക്ത് ഇവിടെ നിന്ന് അമ്മ രമ്യയുടെ കൈയും പിടിച്ച് മുണ്ടൂരിലെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകും. അവിടെ 5ാം ക്ലാസ്സിലേക്ക് അവ്യക്തിനെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടി ഒരുപാട് കൂട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ട്. റോബോട്ടിക് സംവിധാനം വെച്ച് ഉൾപ്പെടെ അവ്യക്തിനെ അവിടെ സ്വീകരണം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് മുണ്ടൂർ സ്കൂളിലെ അധ്യാപകരും അവ്യക്തിൻ്റെ പുതിയ സുഹൃത്തുക്കളും അവിടെയുള്ള എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ മുണ്ടൂർ കയറാങ്കോടുള്ള വീട്ടിൽ നിന്നും അവ്യക്തും രമ്യയും ഇനി ആ പുതിയ സ്കൂളിലെ മുറ്റത്തേക്ക് നടന്നു നീങ്ങും. അരുൺകുമാർ, എല്ലാവിധ ആശംസകളും നേരുന്നു അവ്യക്തിനും ഒപ്പം അമ്മയ്ക്കും. ഒരു കാലം കടന്നു വന്ന മനുഷ്യരാണ്. ആ കുഞ്ഞു പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് ഇഷ്ടപ്പെട്ട വിഷയം? പരിസര പഠനമാണ് എന്നാണ്. വെള്ളാർമല സ്കൂളിൽ പഠിച്ചിരുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അവരുടെ പരിസര പഠനവും സാമൂഹ്യ ശാസ്ത്രവും ഒക്കെയാണ്. ശാസ്ത്ര വിദ്യാർത്ഥികളുമുണ്ട്, ഇഷ്ടപ്പെട്ടവരുമുണ്ട്. അപ്പോൾ പരിസര പഠനം ഇഷ്ടപ്പെട്ട നമ്മുടെ അവ്യക്ത് ഇന്നിപ്പോൾ മുണ്ടൂർ സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിട്ട് പോവുകയാണ്. വല്ലാത്ത കരളലിയിക്കുന്ന അനുഭവമായിരുന്നു. അച്ഛനും സഹോദരിയും നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ തവണ പോകുന്ന സമയത്ത് മറ്റൊരു ഉത്സാഹമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് 1-2 മാസത്തിനുള്ളിലാണ് ആർത്തലിച്ചു വരുന്ന ആ മഴ, ആ ഉരുൾപൊട്ടൽ അവരുടെ ജീവൻ കവർന്നെടുത്ത് പോകുന്നു. അപ്പോൾ അവ്യക്തനും അവ്യക്തനെ പോലെ ഇന്ന് സ്കൂളുകളിലേക്ക് കയറുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വളരെ മനോഹരമായ മിഠായിയുടെ മധുരമുള്ള ഒരു അധ്യയന വർഷം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്